നേമം ഗവൺമെൻറ് UPSൽ മോഷണം. പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്തിലെ പ്രാവച്ചമ്പലം വാർഡിൽ ദേശീയപാതയോട് ചേർന്നുള്ള അനക്സ് കെട്ടിടത്തിലാണ് മോഷണം നടന്നത്. ബുധനാഴ്ച രാത്രിയാണ് മോഷണം നടന്നതായാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. പ്രീ പ്രൈമറി വിഭാഗത്തിലെ വർണ്ണക്കൂടാരം സ്ഥിതി ചെയ്യുന്ന ഭാഗത്തെ പഠനോപകരണങ്ങൾ നശിപ്പിച്ചു. SSK സ്റ്റാർസ് പദ്ധതി പ്രകാരം ലഭിച്ച സാംസങ് LED TV കവർന്നത്. സാമൂഹ്യവിരുദ്ധന്മാർ കടന്നുകയറി സ്റ്റോർ റൂമിൽ നിന്ന് മൺവെട്ടി ഉൾപ്പെടെയുള്ള കൃഷി ഉപകരണങ്ങൾ എടുത്ത് പ്രീ പ്രൈമറി വിഭാഗം പ്രവർത്തിക്കുന്ന 3 ക്ലാസ് മുറികളിലെ വാതിലുകൾ ഉൾപ്പെടെ പൂട്ടുപൊളിച്ചാണ് അകത്തു കടന്നത്. പഠനോപകരണങ്ങൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. രാവിലെ സ്കൂളിലെ ക്ലീനിംഗ് സ്റ്റാഫ് എത്തിയപ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. ഏതാണ്ട് 50,000-ഓളം രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. നേമം ഗവൺമെൻറ് UP സ്കൂളിൽ വ്യാഴാഴ്ച രാവിലെ 30-ാം തീയതി രാവിലെ അവിടുത്തെ ക്ലീനിങ് സ്റ്റാഫ് എത്തിയപ്പോൾ പ്രീ പ്രൈമറി വിഭാഗത്തിലെ 3 ക്ലാസ് മുറികളുടെ ഓടാമ്പൽ തകർത്ത് രാത്രി യാദവ് സംഘങ്ങൾ അതിനകത്ത് പ്രവേശിച്ചതായിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുട്ടികൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരുന്ന ഒരു TV തസ്കരന്മാർ കൊണ്ടുപോയി പഠനോപകരണങ്ങളൊക്കെ തന്നെ അലക്ഷ്യമായി വാരി വലിച്ച് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു 50,000-ഓളം രൂപ നഷ്ടം വരും. കാരണം വാതിലുകളെല്ലാം ഉറപ്പിക്കണം, അതുപോലെ തന്നെ പുതിയ TV അവിടെ ലഭ്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പൊതുവിദ്യാലയത്തെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദയവായി പോലീസ് ഉദ്യോഗസ്ഥർ വേണ്ട അധികൃതരെല്ലാം തന്നെ അടിയന്തരമായി ഇക്കാര്യത്തിലൊരു ഇടപെടൽ നടത്തി ഒരു പൊതുവിദ്യാലയത്തെ സംരക്ഷിക്കണമെന്ന് അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ മൈക്ക്, ആംപ്ലിഫയർ ഇതെല്ലാം അവിടെ വലിച്ചെറിഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റിയത്. അപ്പം ഒരു പൊതുവിദ്യാലയത്തെ തകർക്കുന്നതിന് വേണ്ടി ചില സംഘങ്ങൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവരെ കൃത്യമായി ബഹുമാനപ്പെട്ട പോലീസ് അധികൃതർ കണ്ടെത്തുകയും ആ വിദ്യാലയത്തെ സംരക്ഷിക്കാനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്നുള്ളതാണ് പ്രധാനമായും സ്വീകരിക്കേണ്ടത്. അതുവരെ ഞാൻ നേമം UP സ്കൂളിലെ ഹെഡ് മാസ്റ്റർ മൻസൂർ എന്നാണ് എൻ്റെ പേര്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ കള്ളനെ കണ്ടുപിടിക്കും എന്നാണ് പോലീസ് പറഞ്ഞിട്ടുള്ളത്. മറ്റൊന്ന്, ഈ സ്കൂളിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തെല്ലാം പലരും പല കടകൾ നടത്തുന്നുണ്ട് രാത്രി. അതേപോലെ ഒരു സ്വകാര്യ കോളേജിൻ്റെ ഒരു ബസ് നടയിലുണ്ട്. ആ ബസ് അവിടെ കിടക്കുമ്പോൾ ഇതിനകത്ത് ആരെങ്കിലും കയറിയപ്പോൾ നാട്ടുകാർക്ക് ആർക്കും കണ്ടുകൂടാത്തൊരവസ്ഥയിലാണ് ബസ് കിടക്കുന്നത്. ഇതെല്ലാം മാറ്റി നല്ല രീതിയിലാക്കി തരണമെന്ന് നമ്മൾ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രാവച്ചമ്പലം വാർഡിൻ്റെ മെമ്പർ അനൂജ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ നേമം സ്കൂള്, നേമം വിക്ടറി ബോയ്സ് ഹൈസ്കൂൾ, ഗേൾസ് ഹൈസ്കൂൾ, അതുപോലെ തന്നെ UPSൻ്റെ അനക്സ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഈ വാർഡിലാണ്. ഈ വാർഡിൻ്റെ ഈ UPS എന്ന സ്കൂളിൻ്റെയും ബോയ്സിൻ്റെയും ഫ്രണ്ടിലായി 3-4 ദിവസമായി മറിയ കോളേജ് കഴക്കൂട്ടമാണെന്ന് തോന്നുന്നു, കഴക്കൂട്ടം ഞെറമുട് ഇവിടെയാണ്. ആ സ്കൂളിൻ്റെ ഒരു ബസ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. പല പ്രാവശ്യമായിട്ട് അവരുടെ അടുത്ത് മാറ്റാൻ പറഞ്ഞിട്ടും ഇതുവരെ അത് അവിടുന്ന് മാറ്റിയിട്ടില്ല. പല പ്രാവശ്യം ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടിയിട്ടുമില്ല. എന്തായാലും അത് സ്ഥിതി ചെയ്തിരിക്കുന്നത് നമ്മുടെ UPSലെ LPS എല്ലാ കുട്ടികൾ, കൊച്ചുകുട്ടികൾ പോകുന്ന സ്കൂളിൽ നമ്മുടെ ഈ ഭിന്നശേഷിക്കാർക്കായി ഒരു പാസേജ് ഇട്ടിട്ടുണ്ട്. അവർക്ക് കടന്നു പോകാനായിട്ടൊരു പാസേജ്, അതിനെ ചെറുത്തുകൊണ്ടാണ് അവർ ഈ ബസ് ഇട്ടിരിക്കുന്നത്. അടിയന്തരമായി ഈ ബസ്സിനെ ഇവിടുന്ന് മാറ്റി. ഇന്നലെ ഒരു മോഷണം നടന്നതെന്ന് പറയാം. ഈ മോഷണം നടന്നതെന്ന് കാരണം വെച്ചാൽ ഈ ബസ് ഈ സ്കൂളിനെ റോഡിൽ കൂടെ പോകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും അതിനകത്ത് നടക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കയറി ചാടുകയോ ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. പക്ഷേ ഈ ഒരു ബസ് അത് ക്രോസ് ചെയ്തിട്ടിരിക്കുന്ന കാരണം അതിനകത്ത് എന്ത് നടക്കുന്നു എന്നറിയാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ഉണ്ട്. അടിയന്തരമായി ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് ഞാൻ അധികാരികളോട് അഭ്യർത്ഥിക്കുകയാണ്. സ്കൂളിന് സമീപം പള്ളിച്ചൽ ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ബോട്ടിൽ ബൂത്ത് നിറയെ മദ്യക്കുപ്പികളാണ്. സാമൂഹ്യവിരുദ്ധന്മാർ സ്കൂൾ മതിൽ ചാടിക്കടന്ന് വരാന്തയിൽ വിശ്രമിക്കുന്നതും കുടിവെള്ള ടാപ്പുകൾ ഉപയോഗിക്കുന്നതും നേരത്തെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തി മോഷണം നടത്തിയവരെ കണ്ടെത്തണമെന്നും രാത്രികാലങ്ങളിൽ സ്കൂളിന് മുൻവശം പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും ആവശ്യം ഉയർന്നിട്ടുണ്ട്. നേമം പോലീസിന് സ്കൂൾ അധികൃതർ പരാതി നൽകി. പോലീസെത്തി സമീപത്തെ CCTV ക്യാമറ പരിശോധിച്ച് അന്വേഷണം നടത്തി വരികയാണ്.